സൂപ്പർ കേട്ടാ. നിന്റെ കുഞ്ചാവാൻ കിടിലം. കാര്യം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചതിൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഓണത്തിന് കുറെ പരിപാടി ഞാൻ പിടിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും പറഞ്ഞ കേട്ടാ നീ. അടിപൊളിയല്ലേ? നീ അണ്ണനെ മറക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞ നോബി അണ്ണന്റെ ഫിഗർ ലാബ്. ഇവിടെ വന്ന അയ്യോ നമസ്കാരം അണ്ണ. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞില്ലായിരുന്നാ ഒരു പയ്യനെ കൊണ്ട് കുറച്ച് ഫിഗർ പഠിപ്പിച്ചു കൊടുക്കും. പയ്യനെ കൊണ്ടുവരുന്നത് ഇതെന്തോന്ന്? അലോമിനിയോ? അല്ലല്ല, ഇത് നമ്മളെ നോർമൽ മനുഷ്യനല്ല. ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ഏലിയനാണ്. പേര് മനോജ്. പുള്ളി ഇപ്പൊ മിമിക്രി പഠിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ്. അപ്പം ഫിഗറിന്റെ പരിപാടികൾ അണ്ണം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ മിമിക്രിയുടെ ഫിഗർ ഇതിലൊക്കെ എങ്ങനെയാണ് ഞാൻ ഫിഗർ ചെയ്യണം? ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. അതായത് നിങ്ങൾ ഫിഗർ ചെയ്യാൻ പഠിക്കുന്നെങ്കിൽ എന്റെ ഗുരുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒറ്റ മീശ കൊണ്ട് ഒരേ സമയം 2 ഫിഗർ ചെയ്താലാണ് എന്റെ ഗുരുനാഥൻ. അതുണ്ട്, നീ കണ്ടുനോക്ക്. ഇങ്ങോട്ട് ഇവിടെ നോക്ക്. ക്ഷമിക്കണം, ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ബാബുവല്ല, CID ഓഫീസർ KK നായർ. കണ്ട ഒറ്റ മീശോന് ടക്കന മാറിയത് കണ്ട. ഇതാണ് എന്റെ കഴിവ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫിഗറാണ് വേണ്ടത്? ഇവിടെ ഏതൊക്കെ ഫിഗർ ഉണ്ട്? ഇഷ്ടം പോലെ ഫിഗർ ഉണ്ട്. ആര് പറഞ്ഞാലും ഞാൻ തരും. അണ്ണാ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ പുള്ളി എന്നെ തീരുമാനിക്കട്ടെ. അപ്പൊ ഞാൻ കുറെ ഫിഗർ കാണിച്ചു തരാം. അതിൽ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോ, ഞാൻ ചെയ്തു തരാം. എല്ലാരും റെഡി ആണെങ്കിൽ പാടേ. കുഞ്ചാക്കോ നീ ചെന്ന് കിടന്നോ. ഓക്കെ, എല്ലാരും പാടേ. It's the time to party. Come on, and clap your hands. 1, 2, 3, 4, 5, 6, and 7, 8. പൊളിച്ച് സൂപ്പർ. ആരും ഫിഗർ വിട്ടിട്ടില്ല. എല്ലാരും ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളി. മനോജേ, അതായത് ഈ നിരന്ന് നിൽക്കുന്നതിൽ ആരെ വേണോന്ന് പറ, എന്നിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതിന്റെ പൈസ എത്രയെന്ന് പറ, ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം. എല്ലാ ഫിഗറും ഡിറ്റോൺ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആരെ വേണം? ഏലിയൻ പറ. ശ്രീനിവാസൻ സാർ. ഇതില് ശ്രീനിവാസൻ സാറില്ല. എനിക്ക് ശ്രീനിവാസൻ സാറിനാണ് വേണ്ടത്. അപ്പൊ ശ്രീനിവാസൻ സാറിന്റെ ഫിഗറാണോ വേണ്ടത്? ഏലിയ, എന്താണ് ശ്രീനിവാസൻ ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? തിരക്കഥ കൊണ്ടും സംവിധാനം കൊണ്ടും അഭിനയം കൊണ്ടും മലയാളികളെ ഇത്രയേറെ ചിരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ സാർ. വിവരവും കൊണ്ട്